അപ്പം വീട്ടിലെത്തിയാലുള്ള എൻ്റെ കുഞ്ഞൊരു മോർണിംഗ് റുട്ടീന് കണ്ടാലോ. അത്യാവശ്യം നന്നായിട്ട് എന്നെ വൈകിട്ടാണ് ഞാൻ എണീച്ചേക്കണേ. അതുകൊണ്ട് തന്നെ അമ്മ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് പോണം. റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റും പുതപ്പൊന്നും മടക്കി വെച്ചില്ലെങ്കിൽ അമ്മയുടെ ചീത്ത ഉറപ്പാണ്. എന്നും മറക്കാതെ കുടിക്കണയാണ് ചിയാ സീഡും ഫ്ലാക്സ് സീഡും സോക്കിയിരിച്ച വാട്ടർ. ശേഷം ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് അമ്മയുടെ ഒക്കെ താഴെ പോകുന്നുണ്ട്. അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ അമ്മ അവരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുവാ. ഉച്ചയ്ക്ക് എണീറ്റിട്ടാ രാവിലത്തെ മോർണിംഗ് റൂട്ടീന് ചെയ്യുന്നതെന്നൊക്കെ. അതൊന്നും കാര്യമാക്കാതെ പല്ല് കേൾക്കുന്നുണ്ട്. ശേഷം അക്വാലോജിക്കയുടെ D10+ ഗ്ലോ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുഖം വാഷ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എന്നും ഏറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം നമ്മൾ കിടക്കണ സമയത്ത് രാത്രി ബെഡ്ഷീറ്റിലും പുതപ്പിലൊക്കെ പറ്റിയിരിക്കുന്ന പൊടികളൊക്കെ നമ്മുടെ മുഖത്തായിട്ടുണ്ടാവും. ശേഷം ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി അനിയൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഹായ് ബൈ ഒക്കെ പറയാനുണ്ട്. അമ്മയുടെ ചിരി തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമല്ലേ. ശേഷം ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഡാംഡോക്കിൻ്റെ നയാസിനമൈഡ് സിറവ. ഇത് ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഡെർമാക്കോയുടെ നയാസിനമൈഡ് സിറവായിരുന്നു യൂസ് ചെയ്തേക്കുന്നത്. ശേഷം ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന അക്വാലോജിക്കയുടെ ഇല്യൂമിനേറ്റ് പ്ലസ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇതിൽ വൈൽഡ് ബെറീസ് ആൻഡ് ആൽഫ ആർബോട്ടൈൻ ഉണ്ട്. എനിക്ക് തോന്നിയേക്കുന്ന ഇത് ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നിന് അത്യാവശ്യം കൊള്ളാം. ഇത് നിങ്ങൾക്ക് അക്വാലോജിക്ക എന്ന സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ശേഷം ഞാൻ നിവ്യയുടെ ഒരു ടിൻഡഡ് ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ടിൻഡഡ് ലിപ് ബാം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ്പിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെഡിഷ് ടിൻഡ് വരുന്നുണ്ട്. ശേഷം ഞാൻ വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹയോ ബോഡി സിറമിൻ ലോഷനായി യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളിയായിട്ട് ബോഡി ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലേറ്റായി. ശേഷം എൻ്റെ അമ്മ വിളിച്ചിട്ട് പറയുക ബ്രേക്ക്ഫാസ്റ്റ് വേണം, പെട്ടെന്ന് വന്നോ ഇല്ലേ ഞാൻ അതെടുത്ത് കളയും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടും ബാജിക്കറി ആയിരുന്നു. എനിക്ക് പുട്ടും ബാജിക്കറി എന്ന കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഉച്ച സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് കഴിക്കണേ. കാരണം ഹോസ്റ്റലിൽ പുട്ടും ഇല്ലായിരുന്നു ബാജിക്കറിയും ഇല്ലായിരുന്നു. സോ വീട്ടിൽ വന്നുകൊണ്ട് ഇഷ്ടമുള്ള ഫുഡാണ് കഴിക്കണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ റൂമിൽ വന്നതിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഷുഗർ കട്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പം ചായ ഞാൻ ഒഴിവാക്കിയേക്കുക. ശേഷം എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ മോർണിംഗ് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.